ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയിലക്കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 6 അയില എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുക്കണം. പിന്നെ 2 കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, ഉലുവ വറുത്ത് പൊടിച്ചത്, വെളിച്ചെണ്ണ, കറിവേപ്പില. ഇനി നമുക്ക് ഈ അയില ഒന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ മീൻകറിക്ക് മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. മല്ലിപ്പൊടി ചേർത്തിട്ടെങ്കിൽ പെട്ടെന്ന് കറി നാശമായി പോകും. മല്ലിപ്പൊടി ചേർക്കാതെ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതിനകത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് 2 മുളക് പൊടിയും കൂടെ കൂടിയതാണ്. കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കൂടെ കൂടിയതാണ്. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി മൂത്ത് വരുമ്പോഴത്തേന് ഇതിനകത്തേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. മസാല മൂത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ പുളി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നോക്കിയിട്ട് പാകത്തിന് ആയില്ലെങ്കിൽ അന്നേരം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ, മൂടി വെക്കാം. നമുക്ക് നമ്മുടെ കറിക്കകത്തേക്ക് മീൻ പാക്കിയിട്ട് വെക്കാം. മീൻകറി റെഡിയായി. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് ഒരാഴ്ച ഇരുന്നാലും കേടാകാത്ത നല്ല മീൻകറിയാണ്. മീൻകറി എപ്പോഴും വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് അയക്കാനും മറക്കരുത്. ബൈ ബൈ.